സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേലധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം എന്താ നിങ്ങളുടെ ഉദ്ദേശം? വന്നപ്പോ തൊട്ട് തുടങ്ങിയതാ രണ്ടാളും. ഞാനിവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? റെഡ് കാർഡ് ഉറപ്പായി. സഹിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഇന്ന് നിർത്തിക്കോണം. മിണ്ടരുത്. നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ? രണ്ടാളെ എന്റെ ക്ലാസ്സിൽ കൊണ്ടുപോകരുത്. ഇറങ്ങ്. അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണോ? ഇവിടെ നല്ല കാറ്റ് കിട്ടും. കഷ്ടായി പോയല്ലേ. നിങ്ങൾ എന്താ പുറത്തേക്ക്? ഫ്രീ ആണെങ്കിൽ ഒരു 200 പുഷ് പഠിക്കാം. 200 ചുമ്മാ ഇവിടെ കുറച്ച് കാറ്റ് കിട്ടുമല്ലോ. കാറ്റ് കൊള്ളണമെങ്കിൽ താമല്ല പാർക്കിലോ ബീച്ചിലോ മൊബൈൽ ടവറിന്റെ മുകളിൽ പോയി നിൽക്കടാ. ക്യാമ്പസിൽ വന്നിട്ട് എനിക്കിട്ട് ഉണ്ടാക്കാൻ നിൽക്കില്ലേ സാറേ? എങ്ങനെയെങ്കിലും ഞങ്ങളെ എവിടെ നിന്ന് പുറത്തുനിന്ന് സാറേ, എങ്ങനെയെങ്കിലും ഞങ്ങളൊന്ന് അകത്തേറ്റ് സാർ. പഠിക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് സാർ. പഠിക്കുന്ന പിള്ളേർ പുറത്തേക്ക് എനിക്ക് ഇഷ്ടമല്ല. നിങ്ങളെ അകത്തേറ്റ് തരാം. ഒന്ന് സംസാരിക്കുക. സഹായം കൊണ്ട് വിദ്യുത് ശക്തി ശാസ്ത്രപടവും മിസ് മേഴ്സി നയനാൻസ് പിള്ളേരുമായിട്ട് എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഞാൻ ഒന്ന് ക്ലാസ് എടുത്തോട്ടെ, അല്ലെങ്കിൽ സാർ വന്ന് പഠിപ്പിക്കേ. കുറെ നാളായി. സോറി മിസ് മേഴ്സി നയനാൻ. ഈ പിള്ളേര് അവര് പോയി. മേഴ്സി മിസ്സിന് എന്താ തോന്നിട്ടുണ്ടാവും? നമ്മുടെ പ്രശ്നം തീർക്കാൻ പോയി സാറിന് എന്ത് പറ്റിയാ? ഇനിയിപ്പൊ ക്ലാസ്സിൽ കയറാൻ പറ്റൂല. നമുക്ക് ക്യാൻറ്റീനിൽ പോയാലാ? ഇതവളല്ലേ ക്ലാര മേരി? ഇത് മേരിയാണ് ഉറപ്പിച്ച്. അതെങ്ങനെ മനസ്സിലായി? കുടിച്ച് തുള്ളി ചാടി പറഞ്ഞ കണ്ടാറിനൂടെ മേരിയാണ്. ഹായ് ചേട്ടനെ ഞാൻ രാവിലെ മുതൽ കണ്ടില്ല. നിങ്ങളുടെ ക്ലാസ് ഒക്കെ എവിടെയാണ്? ഞങ്ങളുടെ മോളില് BA മലയാളം. മേരിയുടെ ക്ലാസ് എവിടെയാ? ഞങ്ങൾ ഫസ്റ്റ് ഇയർ എംഎക്കാരുടെ. ഓ അവിടെയാണല്ലേ. എന്റെ പേരൊക്കെ ഓർമ്മയുണ്ടല്ലേ? പിന്നല്ല. എങ്ങനെയുണ്ട്? എന്താണ് രണ്ടുപേരും കൂടെ? ക്ലാസ് ഒന്നുമില്ലേ? ക്ലാസ്സിൽ ഭയങ്കര ചൂടയില്ല. കാറ്റുകൊള്ളാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയത്. എന്നിട്ട് കാറ്റ് കിട്ടിയാ? അല്ല, മേരിക്കുന്ന ക്ലാസ് ഇല്ലേ? ക്ലാസ് ചുമ്മാ ബോറ. ഒരു സിനിമയ്ക്ക് പോവാന്ന് കരുതി 2 ടിക്കറ്റ് ബുക്ക് ചെയ്തായിരുന്നു. അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല. ആണാ? എന്നാ ടിക്കറ്റ് ഞങ്ങൾക്ക് 2 പേർക്കും പോവാല. അല്ല, നിങ്ങൾക്ക് 2 പേർക്കോ നമുക്ക് 2 പേർക്കോ അങ്ങനെ ആർക്കാണെങ്കിലും പോവാല. വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ. അല്ലടല്ലേ? പുതിയ പടാണോ? അല്ല, പഴയ പടമാണല്ല തിയേറ്ററിലിട്ട് കളിക്കണതേ. നല്ല ഡിക്കാച്ചി മൂവിയാണ്. ചേട്ടൻ വരുന്നുണ്ടോ? വേറെ പണിയൊന്നുമില്ലല്ലോ. 11 മണിയുടെ ഷോ ആണ്. വാ, സമയമില്ല. വാ സമയമില്ല. 1 മിനിറ്റ് ഇതൊന്ന് പിടിച്ചേ. കേറിയേട്ടാ, പോവാ നമുക്ക്. വെറുതെ അല്ല കോളേജില് പിള്ളേരില്ലാത്ത. അടിപൊളി മൂവിയായിരുന്നല്ലേ? ഒരൊറ്റ വെട്ടിനെ ഫുട്ബോൾ തട്ടി തെറിപ്പിക്കുന്ന പോലെ അല്ലേ തല വെട്ടിയത്? ഇതൊക്കെ റോക്കി ബൈക്ക് സിമ്പിൾ ആയിരിക്കും അല്ലേ? പിന്നല്ല, ഒരു പൂ പറിക്കുന്ന ലാഭത്തോടെ സിമ്പിൾ. ചേട്ടന് പറ്റുമോ ഇതുപോലൊക്കെ? ഇപ്പൊ പറ്റൂല, നാളെ ആവട്ടെ. തമാശക്കാരൻ. ചേട്ടോയി എന്തോടി? ചേട്ടൻ ആരാ ഈ പേരിട്ടത്? എന്റെ അപ്പൂപ്പൻ. അല്ലാണ്ട് പിന്നെ ആരാണ്? അപ്പൂപ്പനൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉണ്ടെന്നേ. വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്? അപ്പൂപ്പൻ, അമ്മ, മേമ, പാപ്പൻ, മേമയുടെ മോൾ അഴക്, അച്ഛനില്ല, കുവൈറ്റ്, പിന്നെ ഞാൻ. ഒരുപാട് പേരുണ്ടല്ലോ. ഞാൻ ഒരു ദിവസം വരാം. ചുമ്മാ എല്ലാരും കാണാലോ. അങ്ങനെ. അയ്യോ വണ്ടി. അപ്പൊ ശരി, പിന്നെ കാണാം. ബൈ. എങ്ങോട്ടാ പോന്നെ? ഞാൻ എങ്ങനെയെങ്കിലും നടന്നു പോകണം. അയ്യോ, കുട്ടിക്ക് മുന്നോട്ടാ. ഒരു ബുദ്ധിമുട്ടില്ല. സോറി. അമ്പോ, ഇതേത് വീട്?
ഇതാ എന്റെ വീട്. ആണാ? ആ വാ കേറിട്ടോ. അല്ല എനിക്ക് പെട്ടെന്നൊന്ന്. ആ പെട്ടെന്ന് കേറിട്ട് പോവാം വാ. എന്റെ അമ്മോ, ഇതാണോ പടുകൂറ്റൻ ബംഗ്ലാവ്? ദൈവമേ. ഒന്നുമില്ല. അയ്യോ ഇവളവിടെ പോയി. പോയി. ഇയാളാരാ? Who are you? ആരാ നിങ്ങള്? ഞാൻ മേരി. ആ മേരിയോ? മേരിയുടെ മോളല്ലേ? ഇയാളാരാന്നാ ചോദിച്ചേ? പപ്പ ഇതാ സുരേട്ടൻ, ഞാൻ പറയാറില്ലേ. അതെ മേരി. ഓ ലൈലാസുരൻ. ആ മോള് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോഴാണ് കാണാൻ സാധിച്ചത്. Yes. The bold and smart comrade അല്ലേ? ലാൽ സലാം സഖാവേ. ഇരിക്ക്. ലാൽ സലാം. ചേട്ടാ ഇതെന്റെ പപ്പ തോമസ് കുര്യൻ. എന്നാ നിങ്ങൾ സംസാരിച്ചിരി. എൻഗേജ്മെന്റ് കാർഡ് കുറച്ച് സാമ്പിൾസ് വന്നിട്ടുണ്ട്, മോൾ അതിൽ നിന്ന് സെലക്ട് ചെയ്യും. എനിക്കൊന്നും വയ്യ, പപ്പ എന്നെ നോക്കിയാ മതി. ആ അപ്പൊ നമ്മൾ എവിടെ സംസാരിച്ച് നിർത്തിയേ? അല്ല, നിർത്താനായിട്ട് നമ്മളൊന്നും പറഞ്ഞില്ല. അത് ശരി. ആരുടെ എൻഗേജ്മെന്റിനെ പറ്റി ഞങ്ങള് നേരത്തെ പറഞ്ഞു? മേരിയോ? പറഞ്ഞു തീർക്കട്ടെ. മേരിക്ക് ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്, ക്ലാര. അവളുടെ പയ്യന്റെ പേര് യോഹന്നാൻ. അവനങ്ങ് യോക്കോഹാമയില ഓട്ടോമൊബൈൽ എഞ്ചിനീയറാ, ജപ്പാനില്. ഞാന് സമയമുള്ളതുകൊണ്ട് വിശദമായി ഞാൻ വിളിക്കുന്നുണ്ട് അസുരനെ, കേട്ടോ? അസുരനല്ല, ലൈലാസുരൻ. ആ ലൈലാസുരൻ, സോറി. ഏതായാലും വന്ന സ്ഥിതിക്ക് ലൈലാസുരൻ ഇതിൽ നിന്നൊരു കാർഡ് സെലക്ട് ചെയ്യും. അതെ, ഞാനാ? പിന്നെ യങ്സ്റ്റേഴ്സിന്റെ ട്രെൻഡ് അല്ലേ നമുക്ക് വേണ്ടത്? ഒരെണ്ണം സെലക്ട് ചെയ്യും. ഇത് കൊള്ളാം. പക്ഷേ ഇതോ? എടുത്താ പറയും. ആ, സുരേട്ടാ, വാ. ഞാൻ പറഞ്ഞോ? ഇങ്ങട് വാ. അങ്ങളെ ഞാനെന്താ ആയിക്കോട്ടെ. ഇയൊക്കെ എന്തോ കുഴപ്പമുണ്ടല്ലോ. പപ്പ എങ്ങനെയുണ്ട്? കൊള്ളാം. നേരിടല്ലോ പപ്പ. എന്റെ അമ്മോ, എന്ത് വലിയ വീടാ. മേരി എന്തിനാ പേട്ടക്കാച്ചി കോളേജിൽ പഠിക്കാൻ? ഞാൻ ചുമ്മാ ചില്ലി. പിന്നെ നമുക്കൊരു എം എ എടുക്കാൻ കൂടെ ചേർന്നാ. വാ വാ വാ. ഒരു മാനേഴ്സ് ഇല്ലാണ്ടല്ലോ റൂമിലേക്ക് കയറി വരുന്നത്. സോറി, ഞാൻ കണ്ടില്ല, ക്ഷമിക്കണം. ചേട്ടൻ വാ. അല്ലാതെ ഞാൻ വീട്ടിൽ പോക്കോട്ടെ? എനിക്ക് സന്ധ്യക്കുള്ളിൽ വീട്ടിലത്. ഒരു സൂത്രം കാണിച്ചു തരാം. എന്ത് സൂത്രം? നോക്ക്. ഹായ്, ഇത് ഒരുപാടുണ്ടല്ലോ. മഞ്ഞ കൊറേ കളേഴ്സ് ഉണ്ടല്ലോ. ബ്ലാക്ക്. ഇത് ഏത് കിടന്നു മനസ്സിലായോ? ഇതൊക്കെ ഞാൻ ഇടിച്ചു മേടിച്ചാ. ആറാമത്തെ വയസ്സ് തുടങ്ങിയതാ. ആണോ? ഇതെങ്ങനെയുണ്ട്? കൊള്ളാം. ഇതുപോലെ ഒരുപാടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെ, ബാക്കിയൊക്കെ പിന്നെ കാണാം. ഞാനെന്നാ പൊക്കോട്ടെ. ആരും കഴിക്കാത്ത കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ട്. ഇത് ചേട്ടൻ മേമയുടെ മോൾക്ക് കൊടുത്തോ. അപ്പൊ ശരി. ഭാഗ്യം, രക്ഷപ്പെട്ടു. നല്ല ബെസ്റ്റ് ഫാമിലി. എല്ലാവർക്കും വട്ടാണ്. കാറേട്ടാ. അയ്യേ ചേട്ടാ. അവിടെ എടാ, എന്റെ നിഗമന വീക്ഷണത്തിൽ എവിടേക്കോ ചില ലോജിക്കൽ പ്രശ്നം ഉണ്ടെങ്കിലും ഈ ഇടിക്കാച്ചി പെങ്കൊച്ചി നിന്നെ കൊണ്ടേ പോവും. അതൊന്നും ശരിയാവില്ലടാ. അവരൊക്കെ വലിയ കാശുകാരല്ലേ? നല്ല മിഠായാണല്ലോ. ആണാ? അവളെ മേകാരിയല്ലേ? അതെ. പിന്നെന്തിനാണ് അവളെ നിന്റെ പുറകെ ചേട്ടാന്ന് വിളിച്ച് ഇറക്കണത്? അവളെന്താണ് എന്നെ ചേട്ടാന്ന് വിളിക്കണത്? പ്രേമം. ഇത് പ്രേമൊന്നും ആയിരിക്കില്ലടാ ഫിഫു. ഇത് വല്ല ആരാധന ആയിരിക്കുള്ളൂ. ആരാധിക്കാൻ നീ ആരാണ്? എടാ, ഞാനേ സെക്കൻഡ് ഈസി റെപ്പാണ്. ആ പാട്ടുകാരൻ നിഷറക്കണ്ടാ. എന്തിന്? അതാ അവര് നിന്നോട് പറഞ്ഞു. എടാ, ഒരു പെണ്ണും നമ്മളോട് ഇങ്ങോട്ട് വന്ന് ഇഷ്ടം പറയൂല. അവര് നമ്മൾ ഇങ്ങനെ മോഹിപ്പിച്ചോണ്ടേയിരിക്കും, നമ്മൾ അവരോട് ഇഷ്ടമാണെന്ന് പറയണവരെ. അയ്യോ, അപ്പൊ നമ്മൾ അവരുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞില്ലെങ്കിലോ? അവര് വേറെ കല്യാണം കഴിച്ചു പോകും. അയ്യോ. എന്നിട്ട് ഒരു കൊച്ചൊക്കെ ആവുമ്പോ കൊറേ നാള് കഴിഞ്ഞ് വാട്സപ്പിൽ നിനക്കൊരു മെസ്സേജ് വരും, ചേട്ടാ എനിക്ക് ചേട്ടൻ പണ്ട് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെടുന്നു പറഞ്ഞു. അയ്യോ, അത് ഭയങ്കര കഷ്ടായി പോലുള്ള ഫിഫു. പിന്നെ ഭയങ്കര കഷ്ടായി. അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളൂ, നമ്മൾക്ക് ഇഷ്ടമുള്ളവരെയല്ല നമുക്ക് ഇഷ്ടപ്പെടണ്ടേ, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. എന്നാലേ ലൈഫിൽ അർത്ഥം ഉണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടി വലിച്ചായിട്ടുള്ള ഫിഫു ഓരോന്നായിട്ട് തിന്നേ വെള്ളം. നീ അത് വീണ്ടും കൊടുക്കണം.
ഏത്? എടാ നിന്റെ ഒരു പേട്ടാപ്പുള്ളി കത്തിൽ ആരെയും കാണിക്കാണ്ട് പൂർത്തി കൂട്ടി വെച്ചാണത്. ആ അത് മേരിക്കൊള്ള. നീ ഇത്ര നാൾ കാത്തിരുന്നതും അവക്ക് വേണ്ടിയാണ്. ഇതൊന്നും നടപടിയാവില്ല ഫിഫു. ഇനി ഒരാളുടെ മുമ്പിൽ കോമാളിയവൻ ഈ ലൈലാസറിനെ കിട്ടില്ല 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 കിട്ടില്ല. മാം യെസ്, ഈ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ ചർച്ച് ക്ലാസിക്സ്. അത് ജോർജ് മേനച്ചേരിയുടെ അല്ലേ? അത് അപ്പുറത്തെ സെഷനാ, ഞാൻ എടുത്തു തരാം. ഓക്കെ മാം. ആഹാ, ഇവിടെ വിളിച്ചേക്കാടില്ലേ കള്ളി. മോളെ ബുക്ക് കിട്ടിട്ടോ? ആ ചിരിണ്ട്. ഓ മേരി ഫിക്സ്. ഹായ്, എനിക്ക് കുട്ടിയുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ട്. എനിക്കറിയാം കുട്ടിക്ക് എന്നെ ഒരുപാട് 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 ഇഷ്ടമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളെയല്ല, നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളെയാണ് നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിലെന്റെ ഇഷ്ടമുണ്ട്. ആ ഇഷ്ടം കുട്ടിക്ക് എന്നോടുള്ള ഇഷ്ടത്തിന്റെ ഇഷ്ടത്തോടു കൂടി വായിച്ചു നോക്ക്, ഇഷ്ടപ്പെടും. താൻ ഏത് കാലഘട്ടത്തിലാ ജീവിക്കുന്നത്? കുറച്ചെങ്കിലും മെച്യൂരിറ്റി ഉണ്ടാവണം. ഇഷ്ടം പറയാൻ വന്നിരിക്കുന്നു. കഷ്ടമുണ്ട്. വഴി മാറും. എവിടെ ചെന്നാലും എവിടെയാണല്ലോ. മാം, ഇതല്ലേ ബുക്ക്? താങ്ക് യു മാം. ഓക്കെ. മേരി അല്ലേ? മേരി എന്താ ഇവിടെ? അപ്പ അകത്താരാ? ക്ലാര. ക്ലാര? ആഹാ, അപ്പ ശരി. അപ്പ ലൈല അകത്തുണ്ട്. ആ ദൈവം, അവൻ പെട്ട്. ക്ലാര ആരാണവള്? എനിക്ക് പറ്റിട്ടില്ല എന്ന് പറയാനായിട്ട് ആരാണവള്? മേരി പോ. ലൈലു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്കറിയാം ലൈലുവിന് എന്നോട് ദേഷ്യാണെന്ന്. അല്ല, അതിപ്പോ ആർക്കായാലും ദേഷ്യം വരും. അന്ന് ആ സിറ്റുവേഷനില് ലൈലുവിന് വിഷമാവാണ്ടിരിക്കാനാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. സത്യം പറഞ്ഞ വിശ്വസിക്കോന്ന് അറിഞ്ഞൂടാ, എന്നാലും ഞാൻ പറയാം. എനിക്ക് ചൊവ്വാദോഷാണ്. സത്യായിട്ടു. അതിന് നീ ഏതാണ്? ലൈലു ഞാനാ, സരോജാദേവി. ആരാണ് നീ? ഏതാണ് നീ? മാറിക്കങ്ങട്. അവളുടെ അച്ഛനെ ചൊവ്വല ലോട്ടറി ടിക്കറ്റ് കൊടക്കള്ളി.